أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لن يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله العظيم. സ്നേഹസമ്പന്നരും ബഹുമാന്യനുമായ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ട ഈ സൂറത്തിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 110 വചനങ്ങളിൽ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ നാം ഓതുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഓതിയത് 6 മുതൽ 7, 8 വചനങ്ങളാണ്. 6, 7, 8 വചനങ്ങൾ, 3 വചനങ്ങളാണ്, 3 ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്. അതിൽ 6-ാമത്തെ ആയത്ത് فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّن يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. ഇവിടെ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് മഖ്റജുകളും അതിൻ്റെ ഹർഫുകളുമൊക്കെ വളരെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ. ബാഖിഹുൻ അവിടെ മണിച്ച് പറയണം. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. അവിടെ ആ നൂനിനെ നമ്മൾ മറച്ച് പറയണം എന്നുള്ളൊരു നിയമമുണ്ട്. അവിടെ എഴുതുമ്പോൾ ഇൻ ലം എന്നെഴുതും. ആ നൂനിനെ നമ്മൾ മറച്ച് പറയണം. ഇല്ലം, ആ നൂനിനെ വെളിവാക്കാതെ ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ എന്നാണ്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّن يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചു. പ്രവാചകത്തിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ, പ്രവാചകലബ്ധിക്ക് ശേഷമുള്ള ആ പ്രാരംഭഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് മുതൽ 53 വരെയുള്ള 13 വർഷക്കാലം വളരെ തീക്ഷണമായ ശത്രുക്കളിൽ നിന്നും പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് പ്രവാചകനാകെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. തൻ്റെ പ്രബോധന രംഗത്തിലേക്ക്, തൻ്റെ പ്രബോധന അള്ളാഹുവിൻ്റെ ഈ സത്യമതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. അബൂജാഹിൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജാഹിലിനെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70ഓളം പ്രാവശ്യങ്ങൾ പോയി കണ്ടിരുന്നു എന്നും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു എന്നുമൊക്കെ നമുക്ക് ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ ജനത
പ്രവാചകനിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ ഖുർആനെയൊക്കെ നിഷേധിക്കുന്ന ആ സമൂഹത്തിൻ്റെ ആ പ്രവർത്തനം കണ്ടിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനസികമായൊക്കെ ഒരുപാട് തളർന്നു പോയി. എത്രത്തോളം എന്നാൽ പ്രവാചകൻ ഈ സമുദായത്തെ ഓർത്തുകൊണ്ട് അവരൊന്നും സന്മാർഗത്തിലേക്ക് വരുന്നില്ലല്ലോ റബ്ബേ എന്നുള്ള ആ പ്രാർത്ഥനയോടെയും വിഷമത്തോടു കൂടിയൊക്കെയുള്ള ആ പ്രവാചകൻ്റെ ആ ജീവിതം വല്ലാതെ പ്രവാചകനെ അസ്വസ്ഥതപ്പെടുത്തി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ ആ ഒരു ആശങ്കയും ആകുലതയും ഒക്കെ കണ്ടിട്ട് പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സാന്ത്വനത്തിൻ്റെ വാക്കുകളുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി കേൾപ്പിക്കുകയാണ്, നബിയെ فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّن يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. ഈ വിഷയത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ ഖുർആനിൽ അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം നീ അവരുടെ പിന്നാലെ ദുഃഖിച്ച് നിന്റെ ജീവൻ അപകടപ്പെടുത്തുന്നവനായേക്കാം. ഫലഅല്ലക എന്നാൽ നീ ആയേക്കാം, ബാഹിഹുൻ അപകടപ്പെടുത്തുന്നവൻ, നശിപ്പിക്കുന്നവൻ, നഫ്സക നിന്റെ ആത്മാവിനെ, നിന്നെ തന്നെ, അല ആസാരിഹിം അവരുടെ പിന്നാലെ അവരുടെ പ്രവർത്തന ഫലമായി, ഇല്ലം യുഅ്മിനു അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ, വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം, ബിഹാദൽ ഹദീസ് ഈ വിഷയത്തിൽ, അസഫ ദുഃഖത്താൽ വ്യസനത്താൽ. അഥവാ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആ സമൂഹം അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിൻ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ പ്രവാചകരെ അങ്ങ് വിഷമിച്ചു, അങ്ങയുടെ ശരീരത്തെ അങ്ങ് നശിപ്പിക്കരുത്. കാരണം നമുക്ക് ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ ആഗ്രഹം സാധിക്കുന്നത് വരെ ഉറക്കവും ഊണുമില്ലാതെ നമ്മൾ പരിശ്രമിക്കാറുണ്ടല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര പരിശ്രമം കാരണം പ്രവാചകൻ്റെ നഫ്സിന് പോലും ശരീരത്തിന് പോലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന രീതിയിൽ, മരണപ്പെട്ടു പോകുന്ന രീതിയിൽ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രവാചകനോട് അള്ളാഹു പറയുന്നു, പ്രവാചകരെ അങ്ങയുടെ ഈ സമുദായം വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അങ്ങ് അങ്ങയുടെ ശരീരത്തെ നശിപ്പിച്ച് കളയരുത് എന്നുള്ള സന്ദേശമാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിക്കുന്നത്. 7-ാമത്തെ ആയത്ത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിശ്ചയമായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനെ അലങ്കാരമാക്കിയിരിക്കുന്നു, അവരിൽ മനുഷ്യരിൽ ആരാണ് കൂടുതൽ കർമ്മം നല്ലവരെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. ഇന്നാ നിശ്ചയമായും നാം ജഅൽന നാം അതിനെ ആക്കിയിരിക്കുന്നു, മാ ഏതൊന്നും, അലൽ അർളി ഭൂമുഖത്തുള്ള, സീനത്തൻ അലങ്കാരം ഭംഗിയാക്കിയിരിക്കുന്നു, ലഹ അതിനെ, ലിനബ്ലുവഹും നാം പരീക്ഷിക്കുവാനായി, ഹും അവരെ, അയ്യുഹും അവരിൽ ആരാണ് എന്ന്, അഹ്സനു കൂടുതൽ നല്ലവൻ, അമല കർമ്മം പ്രവർത്തിക്കുന്നവൻ. അപ്പം ഈ ഭൂലോകത്തുള്ള ഈ ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു അലങ്കാരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ സർവ്വഭൗതികമായ വിഭവങ്ങളും അള്ളാഹു അലങ്കാരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പുഷ്പങ്ങളും സസ്യലതാദികളും ജന്തുജീവജാലങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് ഏതെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന ഭൗതികമായ വിഭവങ്ങളുണ്ടോ, അത് നമ്മുടെ ഭവനമായാലും നമ്മുടെ പാർപ്പിടങ്ങളായാലും നമ്മുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും ഒക്കെ തന്നെ ഇതെല്ലാം ഈ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, പ്രവാചകരെ അങ്ങ് വിഷമിക്കണ്ട,
അങ്ങ് പ്രയാസപ്പെടണ്ട. ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു അലങ്കാരമായി താൽക്കാലികമായ ഒരു സംവിധാനമാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയെയും ആ ഭൂമിയിലുള്ള സർവ്വ സംവിധാനങ്ങളെയും അള്ളാഹു സംവിധാനിപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ ആയത്തിൽ പറയുകയാണ്. മാത്രവുമല്ല അള്ളാഹു പറയുന്നു, وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا, അതിന് മേലുള്ളതിനെ അഥവാ ഭൂമിയുടെ മേലുള്ളതിനെ നാം തന്നെ തരിശായ വെൺഭൂമിയാക്കി കളയുന്നതുമാകുന്നു. വഇന്നാ ലജാഇലൂന, വഇന്നാ നാം തന്നെ ലജാഇലൂന ആക്കുന്നവരാണ്, മാ അലൈഹ അതിന് മേലുള്ളത് അഥവാ ഭൂമിയുടെ മേലുള്ളത്, സഈദൻ വെൺഭൂമി, മണ്ണ്, ജുറുസ തരിശു പാഴ്ഭൂമിയാക്കി കളയുന്നതാണ്. അഥവാ ഈ ഭൂമിയിലുള്ള സർവ്വ സംവിധാനങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഈ ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ഒരു നാളുമുണ്ട് എന്നാണ്. അഥവാ സൃഷ്ടിക്കുകയും അതിനെ സംവിധാനിപ്പിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു ആണ്. അപ്പൊ ഈ ഭൂമിയെല്ലാം താൽക്കാലികമായ സംവിധാനമാണ്. അതിൻ്റെ മുകളിലുള്ള സർവ ഭൗതികമായ വിഭവങ്ങളും അത് താൽക്കാലിക സംവിധാനങ്ങളാണ്. ഇതിനെയൊക്കെ നാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചതാകുന്നു. ഇതിനെയെല്ലാം നാം നശിപ്പിക്കുന്നതുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഉണർത്തുന്നു. അതുകൊണ്ട് പ്രവാചകരെ, ഈ ഭൗതികമായ ജീവിതത്തിലെ ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങ് പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് അങ്ങ് തങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ അങ്ങ് നശിപ്പിക്കാൻ നിൽക്കണ്ട. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അള്ളാഹു മനുഷ്യർ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇതിനെയൊക്കെ സംവിധാനിപ്പിച്ചിരിക്കുന്നത് എന്ന് ആശയം ഉൾക്കൊള്ളുന്ന ഈ വചനങ്ങൾ ആണ് നാം മനസ്സിലാക്കിയത്. അപ്പോൾ നാം മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്, ഈ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗഫിലെ ആമുഖ ഭാഷണമായി 1 മുതൽ ഈ 8 വരെയുള്ള ആയത്തുകൾ ഇതിലെ വിഷയവുമായി പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖമായ ഒരു തുടക്കം മാത്രമാണ് അല്ലാഹു തആല ഈ 8 ആയത്തിൽ കൂടി പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള അങ്ങോട്ടുള്ള വിഷയങ്ങൾ ഈ സൂറത്തുൽ കൗഫ് എന്ന ഗുഹ എന്ന ആ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്ന വിഷയങ്ങളാണ് 9 മുതൽ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിലുപരി അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ വിശുദ്ധ ഖുർആൻ കൂടുതൽ അടുക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലൊരു വെള്ളിയാഴ്ച, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ കൗഫ് മുഴുവൻ ഓതാനും ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലൊരു ദിവസത്തിന് വേണ്ടി, നല്ലൊരു വെള്ളിയാഴ്ച പകലിന് വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.